വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച ഇംഗ്ലീഷ് പരിപോഷണ പദ്ധതി പെപ്പിക് ബ്ലൂംസിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി പാടിക്കയിൽ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ അധ്യാപകർക്ക് പരിശീലനം നൽകി. പ്രൈമറി വിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠനത്തിന് മികച്ച അക്കാദമിക പിന്തുണയുമായാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പെപ്പിക് ബ്ലൂംസ് എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി പാടിക്കയിൽ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വെച്ച് നടന്ന അധ്യാപകർക്കുള്ള പരിശീലനം എം. രാജഗോപാലൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നിത്യജീവിത സാഹചര്യങ്ങളുമായി കോർത്തിണക്കി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് മുന്നോടിയായി നടന്ന അധ്യാപക പരിശീലനത്തിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള LP വിഭാഗത്തിലെ 55 പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഗ്രഹണം സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ C. രാമകൃഷ്ണൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, വിദ്യാഗ്രഹണം ജില്ലാ കോർഡിനേറ്റർ M. സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P. വി. ചന്ദ്രൻ, വി. പ്രദീപ്, PTA പ്രസിഡന്റ് M. വി. രാജൻ, സംഘാടക സമിതി വൈസ് ചെയർമാൻ C. മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ കുറേശ്ശെ അതെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അതെല്ലാം വല്ലാതെ രീതിയിൽ അലമ്പാക്കുന്ന ഒരു നാട്ടിലാണ്. രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ആ കാലത്തെ തെറ്റിനെ തിരുത്തിയതുകൊണ്ടാണ്. അപ്പം തെറ്റ് ശരിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിലൊരു ദുരഭിമാന ബോധമുണ്ട്, ഇല്ലെങ്കിൽ അഭിമാന ബോധമുണ്ട്. ഞാൻ ദുരഭിമാനം എന്ന ബോധപൂർവ്വം പറഞ്ഞതാണ്. കാരണം നമ്മൾ പറഞ്ഞാൽ ശരിയേ ആവാൻ പാടുള്ളൂ എന്നുള്ളത്. ഞാൻ പറയുന്നത് എൻ്റെ ശരിയായപ്പോഴത്തെ അല്ലേ, കൂട്ടായ സംവാദത്തിലൂടെ വായു തുറന്ന് കൂട്ടായ സംവാദത്തിലൂടെ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. PEC സെക്രട്ടറി ബാലകൃഷ്ണൻ നാറോത്ത് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ KV രമേശൻ നന്ദിയും പറഞ്ഞു. തിയേറ്റർ സങ്കേതങ്ങളും IT സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ പരിശീലനത്തിന് സംസ്ഥാന റിസോഴ്സ് അധ്യാപകരായ AV സന്തോഷ് കുമാർ, ഷാജി M. കോഴിക്കോട്, ഗിരീഷ് ചേളന്നൂർ എന്നിവർ നേതൃത്വം നൽകി. പരിശീലനത്തിലൂടെ ലഭ്യമായ മികവുകളുമായി ഒരു മാസക്കാലം ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷം ഒരു വട്ടം കൂടിയിരുന്ന് അടുത്ത അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താമെന്ന തീരുമാനമെടുത്താണ് ക്യാമ്പ് അംഗങ്ങൾ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.